പോസിറ്റീവ് ആണെന്ന് നീ പറയുന്നു. എന്നൊക്കെ വിളിക്കുന്നതും ഈ കണ്ടുപിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ചാവാം. ഇങ്ങോട്ട് വന്ന എന്റെ അമ്മേ, അയ്യോ എന്തൊരു ഗൗരവം. ജയ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്, അല്ലേ ചേട്ടാ? അതെ, നമ്മളിത് നേരത്തെ പറയേണ്ടതായിരുന്നു. എങ്കിൽ എന്നേ തിരിച്ചാ വീട്ടിൽ കയറാമായിരുന്നു. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് പ്രസീതേ. അവസാനം ഗത്യന്തരമില്ലാതെ വന്നാ ഞാൻ ഈ വഴി നോക്കാമെന്നാ കരുതിയിരുന്നത്. ഇപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പം ഞാനതങ്ങ് ഉപയോഗിച്ചു. നീ നോക്കിക്കോ, നമ്മള് പറയുന്നതിനപ്പുറം ജയ ഒന്നും ചെയ്യില്ല. നമ്മുടെ മോളെ ഇത് ബാധിക്കുമെന്ന് കരുതിയാ ഞാൻ ഇത്രയും നാള് കാത്തിരുന്നത്. അപ്പം നമ്മളെ ആർക്കും വേണ്ട. എന്നാ പിന്നെ നമുക്കൊന്ന് അറിയണമല്ലോ. ജയ വന്നു. എന്താ ഏട്ടന്റെ ഉദ്ദേശം? എന്റെ കുടുംബജീവിതം തകർക്കാനാണോ? അതെ, എന്റെ കുടുംബജീവിതം തകർത്തിട്ട് നീ മാത്രം അങ്ങനെ ഇപ്പൊ ജീവിക്കണ്ട. അങ്ങനെയാണെങ്കിൽ എന്റെ മാത്രമല്ല, മാനസയുടെ ജീവിതം ഇവിടെ അവസാനിക്കും. ഞാൻ പറഞ്ഞതൊക്കെ മാനസയോടാ. അറിയാം, ഞങ്ങളെ വേണ്ടാത്ത മോളെ ഞങ്ങൾ എന്തിനാ സംരക്ഷിക്കുന്നത്? അതുകൊണ്ട് നല്ല പോലെ ആലോചിച്ചിട്ട് തന്നെയാ ഞങ്ങൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇതെന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണെങ്കിലോ? അല്ലെങ്കിൽ പിന്നെ ഇതുവരെ ഇല്ലാത്ത ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പൊ എവിടുന്ന് വന്നു? അത് പറയുന്നതിനെക്കാട്ടും നല്ലതല്ലേ നീ ഇതങ്ങ് കേൾക്കുന്നത്.